ഇന്ന് 2 മരണം. ആലപ്പുഴയിൽ കടലിൽ കാണാതായ വിദ്യാർത്ഥിയും മണ്ണാർക്കാട്ട് വീട് തകർന്ന് വയോധികയും മരിച്ചു. കണ്ണൂർ കൊട്ടിയൂരിൽ യുവാവിനെ പുഴയിൽ കാണാതായി. പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, കണ്ണൂർ ജില്ലകളിൽ മരം വീണ് വ്യാപക നാശം. കണ്ണമാലി ചെല്ലാനം മേഖലയിൽ കടലാക്രമണം രൂക്ഷം. കാസർകോട്ട് ബേവിഞ്ചയിൽ ദേശീയപാതയിൽ മണ്ണിടിഞ്ഞു. നിർമ്മാണ കമ്പനിയുടെ വാഹനങ്ങൾ നാട്ടുകാർ തടഞ്ഞു. അടിപ്പാത നിർമ്മാണം മൂലം തൃശൂർ പാലക്കാട് ദേശീയപാതയിൽ വൻ ഗതാഗത കുരുക്ക്. അയവില്ലാതെ ഇറാൻ ഇസ്രയേൽ സംഘർഷം. ഇസ്രയേൽ ആക്രമണത്തിൽ ഇറാൻ ഇന്റലിജൻസ് മേധാവി കൊല്ലപ്പെട്ടു. 3 ദിവസത്തിനിടെ കൊല്ലപ്പെട്ടത് 224 പേർ. ടെലവീവിൽ ജനവാസ മേഖലകളിൽ ഉൾപ്പെടെ ഇറാന്റെ മിസൈൽ വർഷം. ഇറാനിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഒഴിപ്പിക്കും. ഇറാനിൽ കുടുങ്ങി ചാവക്കാട് സ്വദേശിയും. രാജ്യാന്തര എണ്ണവിലയിൽ വൻ കുതിപ്പ്. ആറന്മുള വിമാനത്താവള പദ്ധതി പ്രദേശത്ത് ഇലക്ട്രോണിക്സ് പാർക്കിന് നീക്കം. KGS ഗ്രൂപ്പ് IT വകുപ്പിന് അപേക്ഷ നൽകി. എതിർത്ത് കൃഷിവകുപ്പ്. തണ്ണീർത്തടത്തിൽ പദ്ധതി അനുവദിക്കില്ല എന്ന് CPM. എയർ ഇന്ത്യ ഡ്രീം ലൈനർ വിമാനത്തിന് വീണ്ടും തകരാർ. ഹോങ്കോങ് ഡൽഹി വിമാനം തിരിച്ചിറക്കി. അഹമ്മദാബാദ് ദുരന്തത്തിൽ മരിച്ച 86 പേരെ തിരിച്ചറിഞ്ഞു. രഞ്ജിതയുടെ DNA ഫലം ഇന്ന് ലഭിച്ചേക്കും. മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയുടെ സംസ്കാരം വൈകിട്ട്. ഭാരതാംബ വിവാദത്തിൽ പിൻവലിഞ്ഞ് രാജ്ഭവൻ. സർക്കാരിനോട് ഏറ്റുമുട്ടാനില്ല. ഔദ്യോഗിക ചടങ്ങുകളിൽ ഭാരതാംബ ചിത്രവും നിലവിളക്കും ഒഴിവാക്കും. നിലമ്പൂരിൽ മഴയിലും ചോരാതെ പ്രചാരണാവേശം. UDF സ്വീകരിച്ചത് വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ മാത്രമെന്നും ആശയമല്ല എന്നും KC വേണുഗോപാൽ. തിരഞ്ഞെടുപ്പ് കാലത്ത് PV അൻവറിനെ ആക്രമിക്കാനില്ല എന്ന് EP ജയരാജൻ. EPയുടേത് നല്ല മനസ്സെന്ന് അൻവർ.